മറ്റൊരാളുടെ കണ്ണുനീര് കാണുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? 2010 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന മനോഹരമായ ഒരു മലയാള ചലച്ചിത്രമാണ് മേരിക്കുണ്ടൊരു കുഞ്ഞാട്. ദിലീപായിരുന്നു അതിലെ പ്രധാന നായക വേഷം ധരിച്ചത്. വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ ലോലപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ജനപ്രീതിയും സിമ്പതിയും പിടിച്ചുപറ്റിയ ഒന്നായിരുന്നു. മനോഹരമായ കഥാപാത്രമായ ആ ലോലപ്പൻ നല്ലൊരു ശവപ്പെട്ടി കച്ചവടക്കാരനായിരുന്നു. എല്ലാ പ്രാവശ്യവും അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചിരുന്നു. കാരണം ദേശത്തിൽ ഒരു മരണം നടന്നാൽ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം എൻ്റെ ഒരു ശവപ്പെട്ടിക്ക് ഇന്നേ ദിവസം കച്ചവടം നടക്കും. മരണമണി പള്ളിയിൽ മുഴങ്ങിയാൽ അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചിരുന്നു. കാരണം ഒരു ശവപ്പെട്ടി ഇന്നെന്ത് ചെയ്യും, എൻ്റെ കടയിൽ നിന്ന് വിറ്റുപോകും. പുതുതായി ആ ദേശത്ത് ചാർജ് എടുത്ത ഡോക്ടറിനെ പോലും വഴിക്ക് പിടിച്ചു നിർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ ആഴ്ചയായി ബിസിനസ് വളരെ ഡള്ളാണ്, ഒരു ഓപ്പറേഷനെങ്കിലും നടത്തിക്കൂടെ എന്ന്. അദ്ദേഹം മറ്റുള്ള എല്ലാ കുടുംബങ്ങളുടെയും കണ്ണുനീരിനെയും വേദനയെയും ഒരു ഹാപ്പി ലൈഫായിട്ട് കാണാനായിട്ടൊരു ശ്രമം നടത്തി. എന്നാൽ ആ ചലച്ചിത്രത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ കുടുംബത്തിൽ ഇതുപോലൊരു അപകടം പതിയിരിക്കുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. എവിടെയോ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ പള്ളിമണി മുഴങ്ങുകയാണ്. അദ്ദേഹം സന്തോഷിച്ചു. ഇന്നും ഒരു ശവപ്പെട്ടി വിറ്റുപോകും. നാട്ടിൽ രോഗികളായിട്ടുള്ള എല്ലാ ആളുകളുടെയും പേര് അദ്ദേഹം എടുത്തു പറയുകയാണ്. അവരാരെങ്കിലും ആയിരിക്കും. എന്നാൽ ഷോപ്പുടമ പറയുകയാണ്: വേഗം നീ വീട്ടിലോട്ട് പോവുക. വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം തകർന്നു പോവുകയാണ്. വേഗം ഓടി വന്ന് ഒരു ശവപ്പെട്ടിയുമായിട്ട് അദ്ദേഹം തൻ്റെ മകനെ അടക്കാനായിട്ട് പോവുകയാണ്. എല്ലാ മരണത്തിലും സന്തോഷിച്ചു. ഒടുവിൽ ദൈവം എന്നോട് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു ചോദ്യം. പ്രിയമുള്ളവരെ, ലോകത്തിൽ ആരുടെയും കണ്ണുനീര് കാണുവാൻ നാം ശ്രമിക്കരുത്. വേദപുസ്തകം ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു: വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്താണോ വിതയ്ക്കുന്നത് നിർബന്ധമായും അത് കൊയ്തേ തീരൂ. അത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് ആരുടെയും കണ്ണുനീര് കാണുവാൻ ആഗ്രഹിക്കരുതേ. ഗോഡ് ബ്ലെസ്.